നമസ്കാരം. ഷാഫി പറമ്പിലിന് പരിക്കേറ്റ പേരാമ്പ്ര സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ടിയർ ഗ്യാസും ലാത്തിയുമുണ്ട്. MP അപ്പുറത്തുണ്ടെന്ന് പോലീസുകാരൻ പറയുന്നു. CPM ആരോപണങ്ങൾ തെറ്റെന്നാണ് പ്രവീൺ കുമാർ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുന്നത്. പ്രകോപനമുണ്ടായത് പോലീസിന്റെ ഭാഗത്തു നിന്നാണെന്ന് വ്യക്തമായത് ഈ കോൺഗ്രസ് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ തർക്കം പോലീസുകാരുമായാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ടിയർ ഗ്യാസിനൊപ്പം പോലീസ് ഗ്രനേഡും ഉപയോഗിച്ചു. ഇതിനിടെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്നാണ് ആരോപണം. 6 ദൃശ്യങ്ങളാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ വാർത്താ സമ്മേളനത്തിനിടെ പുറത്തുവിട്ടത്. പോലീസ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തെന്നും എന്നാൽ കേസ് എടുക്കാൻ ആവശ്യമായ തെളിവുകളൊന്നുമില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഒന്ന് ഷാഫി പറമ്പിൽ MP 1-ാം പ്രതി, ഞാൻ 2-ാം പ്രതിയുമായ കേസ്. മറ്റൊന്ന് സ്ഫോടക വസ്തു എറിഞ്ഞ കേസ്. രണ്ടാമത്തെ FIR-ൽ ആരുടെയും പേരില്ല. പക്ഷെ 7 പേരെ അറസ്റ്റ് ചെയ്തു. 5 പേരെ കോടതിയിൽ ഹാജരാക്കി. ആ പ്രതികൾ എവിടെയാണ്? സ്ഫോടക വസ്തു എറിഞ്ഞത് തെളിവുണ്ടോ? ഫോറൻസിക് റിപ്പോർട്ടുണ്ടോ? സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് കേസെടുത്തത്. അപ്പോഴേക്കും ആയിരങ്ങൾ അതിലൂടെ കടന്നുപോയി. മുഖം നഷ്ടപ്പെട്ട CPIM-ന്റെ വില കുറഞ്ഞ പോലീസിന്റെ മുഖമിനുക്കലാണ് ഈ അറസ്റ്റെന്നാണ് പ്രവീൺ കുമാർ പറഞ്ഞത്. ടിയർ ഗ്യാസ് പോലീസ് എറിയുന്നതും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പ്രവീൺ കുമാർ പുറത്തുവിട്ടത്. പോലീസ് ഗ്രനേഡ് എറിയുന്നതും ആ പുകയിൽ പരിഭ്രാന്തരായ ആളുകൾക്കിടയിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഫോടക വസ്തു വരുന്നതുമായ ദൃശ്യം. ടിയർ ഗ്യാസും ഗ്രനേഡും പൊട്ടിത്തെറിക്കുന്നതിന്റെ മറ്റൊരു ദൃശ്യം. ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ ഒരു കയ്യിൽ ലാത്തിയും ഒരു കയ്യിൽ ടിയർ ഗ്യാസുമുള്ള ദൃശ്യം എന്നിവയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഗ്രനേഡിന്റെ പിൻവലിക്കുമ്പോൾ MP ഉണ്ട് അപ്പുറത്ത്, എറിയരുതെന്ന് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് വീഡിയോയിൽ കാണാമെന്ന് പ്രവീൺ പറയുന്നു. സ്ഫോടനം ഉണ്ടാക്കിയതായും ഇരകളെ വേട്ടയാടിയെന്നും പോലീസാണെന്നാണ് പ്രവീൺ പറയുന്നത്. പരിപാടിക്ക് ശേഷം 2 ദിവസം കനത്ത മഴയാണ്. അതിനുശേഷമാണ് ഫോറൻസിക് പരിശോധന നടത്തിയതെന്നും പ്രവീൺ പറയുന്നു. നമ്മുടെ തർക്കം പോലീസുമായാണ്. ഇവിടെ CPIM-ന് എന്ത് കാര്യം? പോലീസിനെ വിമർശിച്ചതിന് KC വേണുഗോപാലിനെയും ഷാഫി പറമ്പിലിനെയും ജയരാജനും TP രാമകൃഷ്ണനും എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? സാധാരണ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ MP പോകുന്നതാണോ തെറ്റ്? വിജയാഹ്ലാദ പ്രകടനം നടത്തിയതാണോ സ്പർദ്ധ? പ്രവീൺ കുമാർ പ്രതികരിച്ചു. പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ MP പങ്കെടുത്ത UDF പ്രകടനത്തിനിടെ പോലീസിനു നേരെ ആക്രമണം നടത്തുകയും സ്ഫോടക വസ്തു എറിയുകയും ചെയ്തുവന്ന കേസിൽ 5 UDF പ്രവർത്തകരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് ഹർത്താൽ ദിനത്തിൽ UDF പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൗണിൽ പോലീസ് തടഞ്ഞപ്പോഴാണ് സംഘർഷമുണ്ടായത്. ഷാഫി പറമ്പിലെ 1-ാം പ്രതിയാക്കിയാണ് പോലീസ് 700-ഓളം പേർക്കെതിരെ ആദ്യം കേസെടുത്തത്. ഇതിന്റെ അന്വേഷണത്തിന് ലഭിച്ച വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞതിന്റെ പേരിൽ പിന്നീട് ഒരു കേസ് കൂടി എടുത്തിരുന്നു. സംഘർഷത്തിനിടയിൽ ഷാഫി പറമ്പിൽ MPക്ക് ലാത്തിയടിയേറ്റത് വലിയ ചർച്ചയ്ക്കും വിവാദങ്ങൾക്കുമാണ് വഴിവെച്ചത്. ഇതിനിടെ കഴിഞ്ഞ LDF നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ഷാഫിക്കെതിരെ CPM നേതാക്കളുടെ ഭീഷണി ഉയർന്നിരുന്നു. അഹംഭാവവും ധിക്കാരവും താൻ പ്രമാണിത്വവുമാണ് ഷാഫി പറമ്പിലിനുള്ളതെന്നും മൂക്കിന്റെ പാലമല്ലേ ഇപ്പോൾ പോയിട്ടുള്ളൂ, ഇനി സൂക്ഷിച്ചു പോയാൽ മതിയെന്നും EP ജയരാജൻ പറയുകയുണ്ടായി. ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കാത്തതിനെ ചോദ്യം ചെയ്ത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ രംഗത്തെത്തിയിരുന്നു.